സ്മൃതിയിൽ തന്നെ തുടങ്ങാം. അസാധാരണ കരുതലാണ് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. പൂരം കലക്കിയോ എന്നുള്ള അന്വേഷണം നടക്കുന്നു. അന്വേഷണം തുടങ്ങി. ഒരു മാസം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടായിരുന്നു. പിന്നെ അതിലൊന്നും നടന്നിട്ടില്ല. അവിടെ ദേവസ്വത്തിൻ്റെ പ്രതിനിധികളെയൊക്കെ മൊഴിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ 5 മാസമായിട്ടും എന്താണ് അന്വേഷണത്തിൽ റിപ്പോർട്ട് വരാത്തത്, എന്തായി അന്വേഷണമെന്ന് CPI തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നു. അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ആവർത്തിച്ച് ചോദിക്കുന്നു. അകത്ത് ചോദിക്കുന്നു, പരസ്യമായി ചോദിക്കുന്നു. അകത്ത് ചോദിച്ചിട്ട് മറുപടി കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. ഏതായാലും അതിനുശേഷം ഒരു മാധ്യമമാണ് വിവരാവകാശ രൂപത്തിൽ ആവശ്യപ്പെട്ടത്. അതിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന റിപ്പോർട്ട് നൽകി. അതിലെ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്താണ് ഇതിൽ അന്വേഷണം നടത്തുന്നതാരാണ്? ഈ ആരോപണ വിധേയനാണ്. പൂരം കലക്കിയതിൽ നേതൃത്വം വഹിച്ചത് ഈ ADGP ആണ് എന്ന ആരോപണം ശക്തമായി ഉയർന്നു കഴിഞ്ഞിട്ടെങ്കിലും ആ ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റുന്നതിന് വലിയ നടപടിക്രമങ്ങളുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാർ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ADGPയുമായി ബന്ധപ്പെട്ട് ആ ADGPക്കെതിരെ ഉയർന്നിരിക്കുന്ന വലിയ ആരോപണത്തിൽ ആ ആരോപണം പുറത്തേക്ക് വിട്ട ഉദ്യോഗസ്ഥനെതിരെ വേഗത്തിൽ നടപടിയെടുക്കുന്നത് നൽകുന്ന സന്ദേശം എന്താണ്? അജിത് കുമാറിനെ തൊട്ടാൽ ഈ ഉദ്യോഗസ്ഥന് ഇപ്പോൾ തന്നെ സസ്പെൻഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന സന്ദേശം. അല്ലെങ്കിൽ അതിൽ വ്യക്തത വരുത്തണം. ഇവിടെ അന്വേഷണം നടക്കുന്നുണ്ട് എങ്കിൽ അതിലിത്തിരി രഹസ്യാത്മകത എന്താണ്? ഇവിടെ കേരളം കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമല്ലേ? ഇവിടെ ഭരണപക്ഷം കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമല്ലേ? എന്താണ് പൂരത്തിൽ, എങ്ങനെയാണ് പൂരം കലക്കിയത്? അതിന്മേലൊരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തേക്ക് തരാതിരുന്നത്? എന്തിനാണ് അതിൽ രഹസ്യാത്മകത എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിലൊക്കെ കളത്തരം ഒരു ഉദ്യോഗസ്ഥന് കാണിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്രയും പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒറ്റയ്ക്ക് സർക്കാരിനെ അങ്ങ് കരിവാരി തേച്ച് കളയാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുമെന്നാണോ കരുതുന്നത്? അങ്ങനെ കരുതുന്നെങ്കിൽ കരുതാം. പക്ഷേ എൻ്റെ ബോധ്യത്തിൽ മനസ്സിലാകുന്ന ഇതാണ്, ആ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ സർക്കാരിന് ഇപ്പോൾ വലിയ നാണക്കേടുണ്ടായിരിക്കുന്നത് ഇതിന്മേൽ അന്വേഷണം നടക്കുന്നില്ല എന്നൊരു കാര്യം മാത്രമാണോ? വേറെ നാണക്കേടൊന്നുമില്ലേ? ഇവിടെ സർക്കാരിലെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ഇവിടെ സ്വർണ്ണക്കടത്തിലും കൊലപാതകത്തിലും പങ്കാളിയാണ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമപ്രവർത്തകരുടെയും ഫോൺ ചോർത്തുന്നു എന്ന് പറയുമ്പോഴൊന്നും ഒരു നാണക്കേടില്ലേ? അദ്ദേഹത്തിനെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ തന്നെ തുടരട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് 2 അന്വേഷണങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നടക്കട്ടെ. നടപടിക്രമങ്ങൾ വലിയ നടപടിക്രമങ്ങളായതുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ ഇരിക്കട്ടെ, ഇരുന്നു കൊണ്ട് ക്രമസമാധാന കാര്യങ്ങൾ എല്ലാം വിശദമായി നോക്കട്ടെ എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു നാണക്കേടുമില്ലേ? ഇവിടെ ഭരണപക്ഷത്ത് നിന്ന് തന്നെ ചോദ്യം വരുമ്പോൾ ഇപ്പോൾ PV അൻവർ ഭരണപക്ഷ MLA ആണല്ലോ, ഇന്ന് പോലും പറയുകയാണ് സമാന്തര അന്വേഷണമാണ് നടക്കുന്നത്. ഇവിടെ ഞാൻ കൊടുത്ത പരാതി ഒരാഴ്ച മുക്കി എവിടെ വെച്ചു, അതിനുശേഷമാണ് അത് എടുത്ത് അന്വേഷണത്തിൽ കൊടുത്തത്. ആ അന്വേഷണം അവിടെ നടക്കുമ്പോൾ അപ്പുറത്ത് എനിക്ക് വിവരങ്ങൾ തന്നത് ആരൊക്കെയാണ് എന്ന അന്വേഷണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ADGP. അദ്ദേഹം സർവതന്ത്ര സ്വതന്ത്രനായ അദ്ദേഹത്തിന് എന്തിനാണ് ക്രമസമാധാന ചുമതല നിർത്തുന്നത്? അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവിടെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. PV അൻവറിന് വിവരങ്ങൾ കിട്ടിയതുകൊണ്ടാണല്ലോ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പല കാര്യങ്ങളും പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നതും അദ്ദേഹത്തിന് കിട്ടിയ വിവരം തന്നെയാണല്ലോ. തൽക്കാലം അദ്ദേഹത്തെ നമുക്ക് വിശ്വസിക്കാനേ വഴിയുള്ളൂ. കാരണം പല ഗുരുതരമായ കാര്യങ്ങളും പറയുമ്പോൾ ആ കാര്യങ്ങൾ പൂർണ്ണമായി തള്ളുന്നില്ല, അതുമേൽ നിശബ്ദമായിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്താനിരിക്കുന്നു. വാർത്താസമ്മേളനത്തിന് മുൻപ് തന്നെ അന്വേഷണ റിപ്പോർട്ടുകൾ വരാൻ പോകുന്നു എന്നൊക്കെയാണ് തലസ്ഥാനത്തെ പറഞ്ഞു കേൾക്കുന്ന കിംവദന്തി എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ. എന്തായാലും നാളെ വാർത്താസമ്മേളനം നടത്തുന്നതിന് മുമ്പ് എന്തായാലും ഒരു പ്രതിരോധത്തിനുള്ള ഒരു ശക്തമായ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാകാം. കിട്ടി. നാളത്തെ മുഖ്യമന്ത്രി പറയുന്ന ഉത്തരവ് കിട്ടി. തെറ്റായ മറുപടിയാണ് കൊടുത്തത്. ഇതാണോ പറയാൻ പോകുന്നത്? ഇതാണോ വാർത്താ സമ്മേളനത്തിൽ പറയാമെന്ന്? കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു അന്വേഷണവും നടക്കാതെ ഒരു മാസം മാത്രം പേരിന് ഒരു അന്വേഷണം നടത്തി അതിന്മേൽ അടയിരുന്ന് അതിന്മേൽ ഒരു മറുപടിയും നൽകാതെ ഭരണപക്ഷത്തെ അവിടുത്തെ സ്ഥാനാർത്ഥിയായ വ്യക്തി പോലും ചോദിച്ചിട്ട് ഒരു മറുപടിയും നൽകാതെ ഇത്രയും കാലം വെച്ചിട്ട് അതിന്മേൽ കൃത്യമായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഷൻ വലിയ നടപടിയായിപ്പോയി. Meet the editors.